എമ്പുരാൻ വിവാദങ്ങളുടെ തോടനായി മാറിയിരിക്കുകയാണ്. ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആരോപണങ്ങൾ മീഡിയകളിൽ രാത്രിയുള്ള അന്തിച്ചർച്ച എമ്പുരാനായി മാറിയിരിക്കുന്നു. എമ്പുരാന്റെ പ്രദർശനം നിർത്തിവെക്കുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നത്. അതായത് സ്റ്റീവൻ നെടുമ്പള്ളി നിന്നിടത്ത് നിന്ന് എങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് എമ്പുരാൻ എത്തിയത് ലൂസിഫറിൽ നിന്ന് എന്നുള്ള ചോദ്യമാണ് ഇത് ഓരോ ആളുകൾ ചോദിക്കുന്നത്. ഫിലിം റിവ്യൂറായ അശ്വന്ത് കോക്ക് പറയുന്നത് ഇതിൽ പക്കാ നെറുകേടുകളാണ് ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും ഒക്കെ കാണിച്ചു വെക്കുന്നത് എന്ന് കൃത്യമായി അശ്വന്ത് കോക്ക് വിളിച്ചു പറയുന്നുമുണ്ട്. എന്തായാലും എമ്പുരാൻ സുഡാപ്പികളെ സുഖിപ്പിക്കാനായി പൃഥ്വിരാജ് എടുത്ത സിനിമയാണോ? പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്താണ്? പൃഥ്വിരാജ് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കി പരിഹാസരാക്കി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സുഖിപ്പിക്കാനായി ഇങ്ങനെ ഒരു സിനിമ എടുത്തത് എന്ന ചോദ്യം പൃഥ്വിരാജ് ഫാൻസുകാർ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്കാണ് അഖിൽ മാരാർ, നമുക്കറിയാം സംവിധായകനാണ് അദ്ദേഹം, ബിഗ് ബോസിന്റെ വിന്നറായിരുന്നു. അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രേക്ഷകർ ആ പോസ്റ്റ് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ പോസ്റ്റ് കാണണം. ആ പോസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ വായിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വലിയ ഹൈപ്പും സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു. എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ട് എന്നതും സത്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുവൊട്ടുന്നത് മീഡിയ മുക്കാലിനും സുഡാപ്പികൾക്കുമായിരിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ട് കൂട്ടർക്കും എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഘികൾ എല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് ആ സംഘികൾ ഈ സിനിമ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു. സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് അറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീ വച്ചു കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസ്സുകാർ എന്നൊരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ, ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ്. അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന ഒരു സിനിമയായിരിക്കും. ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഘിയാകും. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ. ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം. നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത്. ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക.
ഇങ്ങനെയായിരുന്നു അഖിൽ മാരാറുടെ പോസ്റ്റ്. അതായത് പൃഥ്വിരാജിന് മാർക്കറ്റിംഗ് തന്ത്രം അറിയാം, സംഘവിരുദ്ധരെ കൊണ്ടും സംഘപരിവാറിനെ കൊണ്ടും സിനിമ കാണിക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് പൃഥ്വിരാജ് ഇവിടെ പയറ്റിയത്. പക്ഷെ അത് എവിടെയൊക്കെയോ പാളിപ്പോയോ എന്നുള്ള സംശയവും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ എമ്പുരാൻ സിനിമ വലിയ ഹൈപ്പോട് കൂടി വന്ന സിനിമയാണ്. പിന്നീട് അതിൻ്റെ തിരക്കഥ മുരളി ഗോപി അറിയാതെ ആരെങ്കിലും മാറ്റിയോ, പുതിയ വിതരണക്കാർ എത്തിയപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരക്കഥയിൽ മാറ്റം വരുത്തിയോ എന്നൊക്കെയുള്ള ബാലിശമായ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല ഇത്. ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ ആദ്യം കാണിച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നീടും ഈ സിനിമയായി വന്നത്. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും പൃഥ്വിരാജിനോട് ആവർത്തിക്കുന്ന ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് ഗുജറാത്ത് കലാപത്തെ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി വധിച്ച സിഖുകാരുടെ കാര്യം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിഖുകാരുടെ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല, ക്ഷമിക്കുക, നിങ്ങൾ സിനിമയാക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമയിലുള്ളിലേക്ക് നിങ്ങൾ തിരികെ കയറ്റുന്നില്ല, അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ സിനിമയ്ക്കുള്ളിൽ തിരികെ കയറ്റുന്നില്ല. കോൺഗ്രസിന് എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കഴമ്പില്ല, അല്ലെങ്കിൽ ഇത് സത്യമാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രതികരിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുച്ഛത്തോടെ തള്ളിക്കളയും. എന്നാൽ BJP അങ്ങനെയല്ല. BJP വളരുന്ന പാർട്ടിയാണ്. 3 തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായും 3 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി പ്രവർത്തിച്ച നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് കലാപത്തിലെ വില്ലനായി എല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നത്. ആ ഗുജറാത്ത് കലാപം വഴി എന്തുകൊണ്ട് കോൺഗ്രസിന്റെയും CPM കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു പറയാതെ BJPയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ പൃഥ്വിരാജ് പടച്ചു വച്ചത് എന്നുള്ളൊരു ചോദ്യം ഒരു വിഭാഗത്ത് സുഡാപ്പികളെ സന്തോഷിപ്പിക്കുന്നു, മറുവിഭാഗത്ത് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്നു, CPMനെ സന്തോഷിപ്പിക്കുന്നു. ബിനീഷ് കൊടിയേരി അടക്കം ഇതിനൊരു ചങ്കൂറ്റമുണ്ടാകണം പൃഥ്വിരാജിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇതിൽ പ്രതികരണവുമായി ഇത്രയും വലിയ വിമർശനം കേരളം ഉടനീളം ഉയർന്നിട്ടും ഇത്രയും വലിയൊരു വിമർശനം ഉയർന്നിട്ടും അതിന്റെ സംവിധായകരോ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ വിതരണക്കാരോ ആരും, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആരും പ്രതികരിക്കാൻ വന്നില്ല. പ്രതികരിക്കേണ്ട അതൊക്കെ പറഞ്ഞ് അവിടെ, കാരണം ഇവർക്ക് വിമർശനങ്ങൾ വന്നാൽ അല്ലെങ്കിൽ തമ്മിത്തല്ലുകൾ വന്നാൽ മാത്രമേ സിനിമ വിജയിക്കൂ. സിനിമ ഇപ്പോഴും ഹൈപ്പിൽ നിൽക്കുകയാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ടോ? എന്നാൽ ആ സിനിമ ഒന്ന് കാണണമല്ലോ, അത് എവിടെയാണ് പറയുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എന്നറിയാൻ വേണ്ടി കേറുന്ന ആളുകളുണ്ട്. ഇനി അതിനെ വിമർശിക്കാനായി അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇരുന്ന് അതിനെ വിമർശിക്കാനായി കുറെ സുഡാപ്പികൾ അത് കാണും. അപ്പോൾ എല്ലാവരെയും സുഖിപ്പിച്ചു പോകാൻ കഴിയില്ല. പക്ഷെ തമ്മിൽ തല്ലിക്കൊണ്ട് ഒരു സിനിമയെ വിജയിപ്പിച്ചെടുക്കാമെന്ന് രായപ്പന് നന്നായിട്ടറിയാം. രായപ്പന്റെ ആ ബുദ്ധി, അത് മാത്രമല്ല വാര്യംകുന്നത്ത് എടുക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുമായി മുന്നോട്ട് പോകാൻ സംഘപരിവാർ സമ്മതിക്കാത്തതിന്റെ ഒരു കലിപ്പ് കൂടി രായപ്പന്റെ ഉള്ളിൽ നല്ലപോലെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ ഒരു വിഷയത്തിൽ, രായപ്പൻ എന്ന് ഞാൻ വിളിച്ചത് കളിയാക്കിയല്ല, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോൾ പൃഥ്വിരാജിനെ രായപ്പൻ എന്ന് വിളിച്ച ആളുകൾ കളിയാക്കുകയാണ്. സ്വാഭാവികമാണ് അവരുടെ വികാരം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് ഏത് സിനിമ എടുത്താലും ജനഗണമനയിലും ഇത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിന് ഉത്തരം തരുന്നത് വരെ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ധൈര്യമായി ചോദിക്കും, ഈ രാജ്യം ഒരുത്തന്റെ തന്തയുടെ വകയല്ല എന്ന് പൃഥ്വിരാജ് അതിൽ പറഞ്ഞു വെക്കുമ്പോൾ കയ്യടികളുടെ ആവേശമാണ്, അല്ലെങ്കിൽ ഖരഘോഷങ്ങളുടെ ബഹളമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് ചോദിക്കാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കഴിയുമോ? കടക്ക് പുറത്തുന്ന മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് ചോദിക്കാൻ, കറുത്ത തുണി, കറുത്ത മാസ്ക്, കറുത്ത കുട, കറുത്ത വാളുകളെ പോലും കാണുമ്പോൾ പിണറായിക്ക് കാലിളകും. അങ്ങനെ ഒരു സമയം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമ പ്രവർത്തകർക്കല്ലാതെ ഏതെങ്കിലും വോട്ടിട്ട് ജയിപ്പിച്ച ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ? ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ അതെല്ലാവരെയും ചേർത്ത് പറയണം. ചിലരെ സന്തോഷിപ്പിച്ചുകൊണ്ടും ചിലരെ വെറുപ്പിച്ചുകൊണ്ടും ആകരുത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വെറുത്തു തുടങ്ങുമെന്ന് നിങ്ങൾ ആദ്യം ആലോചിച്ചാൽ നന്നായിരിക്കും.